look at you and it's easy to see you are that someone I've been trying to meet. I got your number. തങ്കു എല്ലാരും ഹായ് പറയടാ. Very funny. We are going to the beach. We are going to the beach, everyone. Yeah. Doesn't know the computers and things. Be my friends. ദേണ്ടടാ ആളുകൾ ഇറങ്ങി നിൽക്കുന്നടാ പോയി. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് സീട്ടൻ കാരു ബീച്ചിലേക്കാണ്. ഇത് ആക്ച്വലി വിഡ്ബിയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇറങ്ങാൻ പറ്റിയ പരുവത്തിലല്ലായിരുന്നു കണ്ടിട്ട്. കാരണം അതിൻ്റെ മണ്ണൊക്കെ ഒരുമാതിരി ബ്ലാക്ക് കളറിലായിരുന്നത് കണ്ടിട്ട് എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല. അപ്പോൾ തങ്കു മെയിൻലി ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാനാണല്ലോ വരുന്നത്. കടന്ന് ബഹളമായിരുന്നു ബീച്ചിൽ കളിക്കണം എന്നും പറഞ്ഞു. കുറേ യാച്ച് ബോട്ട്സ് ഇങ്ങനെ കരയിലോട്ട് അടുക്കുന്നുണ്ടായിരുന്നു. തങ്കുനറിയാലോ യാച്ച് യാച്ച്. ബീച്ച് സൈഡ് ഇങ്ങനെ അവർ വലിയ മതിൽ കെട്ടി ഇങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലിങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര ഗ്യാപ്പിൽ ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്റ്റെപ്പിലേക്ക് കൂടെ ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൈഡിൽ ഇങ്ങനെ മൊത്തം ഇങ്ങനെ വലിയ കരിങ്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഈ പായലോ ഈ ചെടിയൊക്കെ ഇല്ല, ഈ കടലിൻ്റെ അടിയിലുള്ള അങ്ങനത്തെ ചെടിയൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആദ്യം എനിക്ക് വേറെ എന്തൊക്കെ പോലെയാണ് തോന്നിയത്. അപ്പോൾ സുജിൽ പറഞ്ഞത് അതൊന്നുമല്ല, ഇതേപോലെ ചെടിയും പായലും ഇതൊക്കെയാണ്. അങ്ങനെ തങ്കു ഒരേ ബഹളമായിരുന്നു ബീച്ചിൽ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കത് കണ്ടിട്ട് അത്ര ഇറങ്ങാൻ പാകത്തിനാണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് അത് ഇറക്കിയില്ല. പിന്നെ ആൾക്കാർ അധികം പോകുന്നുണ്ടായിരുന്നില്ല, അങ്ങോട്ട് എല്ലാവരും ഇങ്ങനെ ദൂരെ മാറിയെന്ന് ഇങ്ങനെ നോക്കുന്നേ ഉള്ളായിരുന്നു. കടൽ ഒത്തിരി അങ്ങോട്ട് ഇറങ്ങി കിടന്നിരുന്നത്. പിന്നെന്താ, തങ്കു ഇങ്ങനെ അപ്പം അതിൻ്റെ താഴെ ഇങ്ങനെ ഷെല്ലൊക്കെ കിടക്കുന്ന കണ്ടിട്ട് ഷെല്ല് പറക്കാനുള്ള ബഹളമൊക്കെയാണ്. അപ്പം ഇവിടുന്ന് ഷെല്ലൊന്നും പറക്കണ്ട, നാളെ വേറെ നല്ല ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയേക്കുമായിരുന്നു. വിഡ്ബിയിൽ നമ്മൾ ഈ ബീച്ചിലോട്ട് വരുന്ന ഈ വഴിക്ക് തന്നെ നമുക്ക് കുറേ അധികം ഈ കെമിക്കൽ പ്രോജക്ട്സും തെർമൽ പവർ പ്രോജക്റ്റും വിൻമിൽസും ഒക്കെ കാണാം. നല്ല കാറ്റുള്ള ഏരിയ, അതുകൊണ്ട് നല്ല ഈ വിൻമിൽസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല കാറ്റുണ്ടായിരുന്നു. തങ്കു 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 വ്ലോഗ് ചെയ്യാ. തങ്കു അപ്പാടെ കൈ മാത്രം പിടിക്കുക. അതെ, തങ്കുന് അപ്പനെ ഇഷ്ടം. രണ്ടുപേരുടെ കൈ പിടി. അതുകൊണ്ടാ തങ്കു Okay, which one? Chocolate? Like the one with nuts on or without nuts? This one with Nuts on. same price, right? എങ്ങനെയുണ്ട് തങ്കു? യമ്മിയാ? Yummy. തങ്കു നീങ്ങി നിൽക്കുക. തങ്കുവിന് ബീച്ചിൽ കളിക്കാത്തതിന് സങ്കടം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവനെ അടുത്ത് തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു പിള്ളേരുടെ. അപ്പോൾ അവിടെ കളിക്കാൻ കൊണ്ടുപോയി. അവിടെ കുറച്ച് ഒരു ഫാമിലി വന്നു, ഇപ്പോൾ കൊറിയൻ ഫാമിലി. അപ്പോൾ അതിലെ പിള്ളേരുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവരുടെ കളിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, നല്ല കാറ്റൊക്കെ ആസ്വദിച്ച്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ഈ കുഞ്ഞു ഇങ്ങനെ ഹട്ട് മോഡലിൽ അവരുണ്ടാക്കി ഇട്ടേക്കുവാണ്, ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നത്. ടൂറിസ്റ്റുകൾക്കൊക്കെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ ബീച്ചൊക്കെ ആസ്വദിച്ച്, പിന്നെ അടുത്ത് തന്നെ നമുക്ക് സീ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേ. 1, 2, 3. ഇതായിരുന്നെങ്കിൽ നന്നായിട്ട് കിട്ടിയേനെ. നമ്മുടെ ഇതായിരുന്നെങ്കിൽ. എന്നെ ചീത്ത വിളിക്കുന്നതുകൊണ്ടാണ് ഗൈസ് ഞാൻ വോയിസ് കട്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി എനിക്ക് വാങ്ങിച്ച സെൽഫി സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയി, വീട്ടിൽ വെച്ച് വന്നു. അതുകൊണ്ട് സുജിൽ എന്നെ നല്ല രീതിയിൽ ചീത്ത വിളിക്കുകയായിരുന്നു. തങ്കൂസിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കവിത, നിങ്ങൾ വീഡിയോ കണ്ടാണ്. അപ്പോൾ ആ കവിത കൊടുത്ത സൈക്കിളായത്. അപ്പോൾ അത് ഓടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. ഇതിൽ കൂടെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കുറച്ച് റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്.
ഇവിടെ ആക്ച്വലി ഈ ബീച്ച് ഞങ്ങൾക്ക് സുജലിൻ്റെ ഒരു കൊളീഗ റെഫർ ചെയ്തത്. നല്ല ബീച്ചാണ്, ഇവിടെ നല്ല സീ ഫുഡ് കിട്ടുമെന്ന്. അപ്പം അത്യാവശ്യം തങ്കുവിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് സീ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോട്ടൽ തപ്പി ഇങ്ങനെ പോവാണ്. തങ്കൂസിന് ഈ പുറത്തിറങ്ങാനും കറങ്ങാൻ പോക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ്. ഞങ്ങളിനി എങ്ങോട്ടാപ്പാ? വീട്ടിൽ പോവാം, വീട്ടിൽ പോകണ്ടേ? അതെന്താ പരിപാടിയാ? സാൻഡെല്ലാം കണ്ടിട്ട് പോയാ മതി. ഓക്കെ, വിചാരിച്ചു അതിലെ ക്രോസ് ചെയ്യും. ഞങ്ങൾ അവസാനം സീ ഫുഡ് തപ്പി അവസാനം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ തപ്പി പിടിച്ചു. സ്വീറ്റ് ആൻഡ് തന്തൂരി എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നല്ല വൈബ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നല്ല ഹിന്ദി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ. കൊലയുണ്ടമ്മ കണ്ടിട്ട്. പിന്നെ അമ്മ എൻ്റെ മേരീജില്ലേ മറ്റേ ഹോട്ടലുകൾ. ഫിഷ് പിലാവ് ഇല്ലടാ. This is my parents. Hi guys. This is my parents. എപ്പോഴത്തെയും പോലെ ഫുഡ് വന്നപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഇത് പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടർ ഐറ്റം ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. ഇത് സ്പെഷ്യൽ റൈസ് ആണ്. പ്രോൺസും എഗ്ഗും എല്ലാം കൂടെ വേറെ ഫിഷ് എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സുജിൽ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അത് ഞാനിപ്പോൾ കാണിക്കാം. വെയിറ്റ് ചെയ്ത് തങ്കുവിനെ ഫീഡ് ചെയ്യാനുള്ള ഇതിലാണ്. അപ്പോൾ തങ്കു പറഞ്ഞു തന്നെ കഴിച്ചോളാമെന്ന്. അങ്ങനെ തങ്കുവിനെ കഴിക്കാൻ വിട്ടിട്ട് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴത്തേക്കും സുജിലിൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് എത്തിയതേ. ആ സ്ട്രോ ഇട്ട് വെച്ചേക്കുന്നത് നിങ്ങൾ വിചാരിക്കും ജ്യൂസാണ്, പക്ഷെ അത് നോർമൽ വാട്ടറായിരുന്നു. ഞങ്ങൾ ചൂടുവെള്ളം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ചൂടുവെള്ളം തന്നത് അങ്ങനെയാണ്. സ്ട്രോ ഒക്കെ ഇട്ട് അത്യാവശ്യം ലെമണേഡ് പോലെ. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന അടുത്ത ദിവസത്തെയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം പോയത് സോൾട്ട് ബേൺ ബൈ ദ സീ എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ്. ഇത് ഒരുപാട് ഹിസ്റ്ററിയൊക്കെ ഉള്ളൊരു ബീച്ചാണ്. അപ്പോൾ ഇത് ആദ്യമേ ഞങ്ങൾ വന്നത് ഇച്ചിരി ഹൈറ്റുള്ളൊരു സ്ഥലത്താണ്. അവിടെ നമുക്ക് ഐദർ സ്റ്റെപ്പ് ഇറങ്ങി പോവാം, ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിയായിട്ട് താഴോട്ട് വണ്ടിക്ക് പോകാനുള്ള വേ ഉണ്ട്. അപ്പം ആ ഭാഗത്ത് ടെലിസ്കോപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഈ സോൾട്ട് ബേൺ ബൈ ദ സീ, ഈ സോൾട്ട് ബേൺ എന്ന് പറയുന്ന ഈ പ്ലേസ് ഡെവലപ്പായിട്ട് വന്നത് അയൺ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു സ്റ്റോൺ അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ്. അപ്പം ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം അവിടെ ഒരു മിനി റെയിൽവേയും വന്നു. ഈ മിനറൽസൊക്കെ ഈ അയൺ സ്റ്റോണിൽ നിന്നാണ് പിന്നെ അയൺ ഡെവലപ്പാക്കാൻ പറ്റും, സ്മെൽറ്റ് ചെയ്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ മിനറൽസൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മിനി റെയിൽവേയും. ഇതിപ്പോൾ ഒരു ഗാർഡനാണ്, വീൽസ് ബേ ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര്. ചെറിയ സെറ്റപ്പ്, ഇതും നല്ല പഴക്കമുള്ളതാണ്. അപ്പോൾ ഈ വീൽ ബേ ഗാർഡൻസിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾക്കൊരു ഹോട്ടൽ കാണാം. അത് പണ്ട് ആക്ച്വലി ഹോട്ടലായിരുന്നു, ഇപ്പോൾ അത് അപ്പാർട്ട്മെൻറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നടക്കുന്ന ടൈമിൽ അതൊരു ഹോട്ടലായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളത് സോൾട്ട് ബേൺ പയറാണ്. അതൊരു വാക്ക് വേ ആണ്, ഒരു ബ്രിഡ്ജ് പോലെ സീലോട്ട്. അപ്പോൾ ഇതിന് ഏകദേശം 208 മീറ്റർ ലെങ്ത് ഉണ്ട്. അതും 1869 പണി കഴിഞ്ഞത്. തങ്കൂസ് ഉറക്കം എഴുന്നേറ്റതേ ഉള്ളായിരുന്നു. ഞങ്ങൾ ബീച്ചിലേക്ക് വരുന്ന വഴി ഏകദേശം 1.5 hours എടുത്തു ഞങ്ങൾക്ക്. അപ്പോൾ ആ വഴിക്ക് പുള്ളിക്കാരി നന്നായിട്ട് ഉറങ്ങി. അപ്പം മൂഡ് ശരിയായിട്ടില്ല. അതുകൊണ്ട് ആളെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുക. ബീച്ച് കണ്ടിട്ടും അധികം ഹാപ്പി ആയിട്ടില്ല. അങ്ങോട്ട് നോക്കിയേ, നമ്മള് കടയിലോട്ട് ഇറങ്ങുവാ വണ്ടിയില്. നോക്കടാ, കടലിലല്ലടാ ഇറങ്ങുന്ന നമ്മള്. റോഡ് സീ ദ റോഡ്. തങ്കു വണ്ടി കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോകും. അയ്യോ അത് വേണ്ട, എനിക്ക് പേടിയാണ്. കൺ പൂട്ടി വെച്ച് ട്രൈ ചെയ്യട്ടെ.
ഓരോരോ സ്ഥലത്ത് വണ്ടി ഇടാൻ തോന്നുന്നു കേട്ടോ. അപ്പ ഞാൻ വേവ്സി എങ്ങോട്ടാ പോണ്ടേ? ഇത് 4 മൈൽ പിന്നെയും പറയുന്നുണ്ട് ഈ റോഡ്. നമുക്ക് ഇങ്ങോട്ട് പോയാൽ മതിയല്ലോ. മതി. അപ്പ വേവ്സി കേറണ്ട വെള്ളത്തില്. ഷോർട്ട് സ്റ്റേ പാർക്കിംഗ്. കാറ് കൊണ്ട് വെള്ളത്തിൽ കേറുന്ന ഡേഞ്ചറസ് അപ്പ. ആ കാണുന്ന മുനമ്പ് കണ്ടോ, അതിൻ്റെ പേര് ഹണ്ട് ക്ലിഫ് എന്നാണ്. അത് ഏകദേശം 545 ഫീറ്റ് ഉണ്ട് അതിൻ്റെ ഹൈറ്റ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. ആരോ കണ്ട ഭാഗത്തുനിന്ന് ഞങ്ങളിപ്പോൾ താഴോട്ട് വന്നത്. ഇഷ്ടപ്പെട്ടോ? കല്ലെടുക്കണേ. തങ്കൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തങ്കൂസ് നന്നായിട്ട് ഫൺ ഹാവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛനും മോളും കൂടെ കളിക്കുമായിരുന്നു. അപ്പം അവിടെ കുറേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ നാട്ടിലൊക്കെ നമ്മുടെ ഗാർഡനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺസ് ഇല്ലേ, അതേമാതിരത്തെയുള്ള പെബിൾ സ്റ്റോൺസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴ ചാറാൻ തുടങ്ങി. മഴയും കൂടെ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിട്ടോ ബീച്ച് കാണാൻ വേണ്ടി. ഞങ്ങൾ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അധികം വേവ്സ് ഉണ്ടാവുമല്ലോ തോന്നിയില്ല. പക്ഷെ അടുത്ത് വന്നപ്പോഴത്തേക്കും നല്ല ശക്തമായിട്ട് തന്നെ വേവ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഇറക്കിയില്ല ഞങ്ങൾ. കുറച്ച് കരയിൽ തന്നെ നിന്ന് അധികം അങ്ങോട്ട് പോയില്ല. അപ്പോൾ മഴ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ മഴ നന്നായിട്ട് ശക്തമായിട്ട് അടിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഈ വോക്കയുടെ അടിയിലോട്ട് ഞങ്ങൾ ഓടിക്കയറി. അതിൻ്റെ ഇടയ്ക്ക് തങ്കൂസ് കുറേ ഷെൽസ് കളക്ട് ചെയ്തായിരുന്നു ബീച്ച് സൈഡിൽ നിന്ന് തന്നെ. അപ്പോൾ പിന്നെ ബ്രിഡ്ജിൻ്റെ അടിയിൽ വന്നപ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് ഷെല്ല് കളക്ട് ചെയ്യാൻ തുടങ്ങി അച്ഛനും മോളും കൂടെ. കിട്ടിയാ? അപ്പം നേരത്തെ സോൾട്ട് ബേണിൽ ലിഫ്റ്റ്, അതായത് ട്രാംവേ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് മുകളിൽ നിന്ന് താഴോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം അത് എന്തോ പ്രശ്നമായിട്ട് അത് അടച്ചിട്ടേക്കുവാണ്. അതും 1869 തന്നെയായിരുന്നു കൺസ്ട്രക്ഷന്. ഇത് ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് വാട്ടർ പവേർഡ് ആയിട്ടുള്ള ട്രാംവേ ആണ്. അപ്പോൾ അതിനെന്തോ വർക്ക് ഡിസോർഡറായിട്ട് പൂട്ടിയിട്ടേക്കുക. അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ അകത്തൂടെ, അതായത് കിഡ്സിൻ്റെ കുറച്ച് പ്ലേ ഏരിയയും സെഷനും ഒക്കെ അതിൻ്റെ അകത്തൂടെയാണ് നമുക്ക് ഈ ബ്രിഡ്ജിലോട്ട് എൻ്റർ ആവുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വോക്ക് വേ. ഏകദേശം 208 മീറ്റർ ഉണ്ട് അതിൻ്റെ ലെങ്ത്ത്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. താഴെ വീഴുവാ നമ്മൾ. 1869 പണി കഴിഞ്ഞ ഈ ബ്രിഡ്ജാണ്. മൊത്തം ഈ തടി പലകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന പോലെ. പിന്നെ അത് ചില പലകളൊക്കെ കുറച്ച് ആട്ടം പോലെ ഉണ്ട്. പിന്നെ അടിയിൽ അയണിൻ്റെ വലിയ തൂണുകളാണ്. കുറേയൊക്കെ ഇങ്ങനെ തുരുമ്പടിച്ച പോലെയും ചിലതൊക്കെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ ആയിരിക്കുന്നത്, ഇത്രയും വർഷമായതുകൊണ്ട്. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നുണ്ട്. റീസെൻ്റായിട്ട് 2013 എന്തോ ഇവർ പുതുക്കി പണിയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ പുതുക്കി പണിയല്ല, കുറച്ച് അറ്റകുറ്റപ്പണിയൊക്കെ. പോകുന്ന വഴിക്ക് കുറേ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നോക്കിയാ നമ്മള് സീഡ് എവിടെ നിക്കുന്നത് നോക്കിയാ കാണാൻ. കണ്ടോ? ഇത് നോക്ക്, ഇതോ അങ്ങോട്ടുള്ള വ്യൂ നോക്കടാ, പുറയുന്ന വ്യൂ നോക്കടാ. ഈ ബെഡലൊക്കെ വീഡിയോ എടുക്കുവോ? നന്നായിട്ട് കാണാം. പതുക്കെ എടുക്കടാ. സുജില് പറഞ്ഞ പോലെ നമ്മൾ ബ്രിഡ്ജിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും അറിയുന്നത്. അതങ്ങ് ചെന്നിട്ട് വേണം എടുക്കാൻ. കടലിന് നടുക്കോ? ഇതുണ്ടോ ഫിഷ് ചെയ്യുന്നുണ്ടോ ആളുകള്? എടാ നീ നേരെ നോക്കടാ അങ്ങോട്ട്. അവര് ഫിഷ് ചെയ്യുന്നുണ്ടോ? ഫിഷിങ് ചെയ്യുന്ന പറയത്തില്ലേ, ഫിഷ് ചെയ്യുന്ന ഫിഷിങ്, മീനെ പിടിക്കുന്നതാണ്. ഇത് ഇത്രയും പഴക്കമുള്ള, ഇങ്ങനെ ഇത്ര നാളായിട്ട് 1969 ഉണ്ടാക്കിയ സാധനം 1869. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മേജർ പോർഷൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. അതായത് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറി സീ ഫുഡ് ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു. അത് ഇവിടുത്തെ ഷോപ്പായിരുന്നു, ഇന്ത്യൻ അല്ല. ഇവിടെ ഈ ബീച്ച് സൈഡിൽ പ്രത്യേകിച്ച് ഈ ഫിഷ് ആൻഡ് ചിപ്സ് സ്പെഷ്യലി കാണും. നല്ല ഫിഷ്, ഈ KFC മോഡലിൽ ഇങ്ങനെ നല്ല ഫ്രൈ ആയിട്ട്, അതും നഗറ്റ്സ് പോലെ, നഗറ്റ്സും പിന്നെ അതിൻ്റെ കൂടെ ചിപ്സും കാണും. അതായത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ മഴയത്ത് നല്ല ചൂടോടെ നമുക്ക് സണ്ണിനെ കാണാം അടുത്ത്.
നമുക്ക് സണ്ണിൻ്റെ അടുത്തോട്ടാണ്. ബോട്ടിൽ പോകണം. ഡീപ് സീയിൽ നിൽക്കുന്നു. അവർക്ക് ഫിഷിനെ കിട്ടിയല്ലോ. ഹായ് ആണോ? ആണ് അയല കയ്യിലിരിക്കുന്നു. അയ്യോ എന്റെ കൈ കഴിക്കുന്നു. മീൻ കിട്ടിയാൽ വാങ്ങിച്ചോണ്ട് വാങ്ങാം. അവര് തിരിച്ചിടുമല്ലോ അതിൻ്റെ അകത്തോട്ട്. അവന്മാര് പിടിച്ചോണ്ട് പോകുന്നു. ഞങ്ങൾ ആക്ച്വലി മലയാളി റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറിയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ ഫിഷിങ് ചെയ്തിട്ട് അവർ ഫിഷിനെ തിരിച്ച് ഇടുമെന്ന്. അപ്പോൾ ഈ ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അങ്ങ് അറ്റത്തായിട്ട് നമുക്ക് ആ വിൻഡ് മില്ല് ചെറുതായിട്ട് കാണാമായിരുന്നു. ഏത് വിൻഡ് മില്ലെന്നല്ലേ, ഇന്നലെ ഞങ്ങൾ പോയ ബീച്ച്, അതായത് സീട്ടൻകാരു ബീച്ചിലുണ്ടായിരുന്ന വിൻഡ് മിൽസ്, അവിടെ അത് റൈറ്റ് സൈഡിലായിരുന്നു, ഇത് ലെഫ്റ്റ് സൈഡിൽ. അതായത് ഇത് രണ്ട് ബീച്ചസും തമ്മിൽ അധികം ദൂരമില്ല. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് യാത്ര തിരിച്ചപ്പോഴാണ് നോക്കുമ്പോൾ ഒരേ റൂട്ട് തന്നെയാണ്. പക്ഷേ രണ്ട് ബീച്ചും എക്സാക്ട്ലി ഡിഫറെൻറ്റ് വൈബാണ് രണ്ടിടത്തും. രണ്ടും ട്രൈ ചെയ്യണം. ഞങ്ങളപ്പം ബ്രിഡ്ജിൻ്റെ അറ്റത്തെത്താറായി ഗൈസ്. നല്ല എക്സൈറ്റഡ് ആണ്. നല്ല അടിപൊളി വൈബ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മഴയും കൂടെ ആയതുകൊണ്ട്. ഫിഷിനെ കിട്ടിയെന്ന് തോന്നുന്നു. ആ ആപ്പിളിക്ക് കിട്ടി. വലിക്കുന്നു ചെയ്ത് കിട്ടിയെന്ന് തോന്നിട്ട് ഇല്ല, കിട്ടിയിട്ടില്ല. ഇറങ്ങിക്കോ, നമുക്ക് ഫിഷിങ് നോക്കാം. ഓക്കെ, ഇത് മാറ്റില്ല കേട്ടോ, തല നനയാ. എടുത്തു. ഞങ്ങളിപ്പോൾ ഈ വാക്ക് വേയുടെ എൻ പോർഷനിൽ എത്തിയേക്കുവാണ്. അപ്പം ഇനിയിപ്പം ക്യാമറ സുജിലിന് കൈമാറുവാണ്. സുജിൽ നല്ല അടിപൊളിയായിട്ട് വ്യൂ എടുത്ത് തരാമെന്ന് പറഞ്ഞേക്കുവാ. ആരും തെറ്റിദ്ധരിക്കരുത് ഫ്രണ്ട്സ്. ഈ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും സുജിലിന് പെട്ടെന്ന് ടൈറ്റാനിക് ഓർമ്മ വന്നു. അതുകൊണ്ട് ബാക്കി പറഞ്ഞത്. ഞാനിതിൻ്റെ ഇടയ്ക്കൊരു മിനിയേച്ചർ റെയിൽവേയുടെ കാര്യം പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് സർവീസ് ഉണ്ട് ആക്ച്വലി മിനിയേച്ചർ റെയിൽവേക്ക്. അത് സോൾബേൺ ഗാർഡനിലേക്കും പിന്നെ വുഡ്ലാൻഡിലേക്കും സർവീസ് ഉണ്ട്. വുഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോറസ്റ്റ് ടൈപ്പ് ഏരിയ. തങ്കൂസ് അപ്പം ലൈവായിട്ട് ഫിഷിനെ പിടിക്കുന്ന ആദ്യമായിട്ട് കാണുക. തങ്കൂസിന് മനസ്സിലായില്ല ഈ ഫിഷിൻ്റെ വായിൽ നിന്ന് എങ്ങനെയാണ് ചോര വന്നതെന്ന്. അവൻ ചോദിക്കാൻ എങ്ങനെ അത് ചോര വന്നത്, അതിനെ പിടിച്ച് താഴെ ഇട്ടിട്ട് തലയിടിച്ച് വീണിട്ടാണോ ചോര വന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വിഡ്ബി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം പ്രത്യേകിച്ച് ഒരു മേജർ ഫിഷിംഗ് സ്പോട്ടാണ്. അപ്പോൾ ആൾക്കാർ ഇതൊരു ഹോബി പോലെ അതിവിടെ ചെയ്യുന്നത്. അതെ അതെ, ഇവർക്ക് ഇതൊരു ഗെയിമാണ് ഫിഷിങ്. നല്ല ഫ്രഷ് മീനായിരിക്കുമല്ലോ കൊണ്ടാക്കി കഴിഞ്ഞാൽ ആ അതുണ്ടോ ആണ്ട പക്ഷി പറക്കുന്നുണ്ടോ അവിടെ മീനുണ്ട്. പക്ഷികൾ പറക്കുന്ന ആ ഏരിയയില് പക്ഷികൾ മീനെ പിടിക്കൂടാ. ഇങ്ങനെ വന്ന് പിടിക്കും, പിക്ക് ചെയ്തോണ്ട് പോകുന്നത്. അതുകൊണ്ടോ അവിടെ എല്ലാം മീനുണ്ട്, നല്ല മീനുള്ള സ്ഥലമാണ്. അവിടാണ് പക്ഷികൾ വന്നിരിക്കുന്നത്. ചെറിയ കൊച്ചു മീൻ പിടിക്കാനുണ്ടോ തങ്കസ്? അതില് മറ്റേ മുക്കന്മാർ ഈ പക്ഷികൾ നോക്കിയാ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബീച്ചിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമായിരുന്നു. നമുക്ക് സെയിൻസ്ബറിയിൽ പോകണമായിരുന്നു. അങ്ങനെ നടക്കാൻ നേരം ഒരു പഴയ സ്ട്രീറ്റ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോഴത്തേക്കും അത് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അവിടെ ഒരു പഴയ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തത്. അപ്പം ഇതാ ചർച്ച് കാണാം നിങ്ങൾക്ക്. ആ കാണുന്നതാണ് ചർച്ച്. നല്ല പഴക്കം ചെന്ന്, അതും 1880s ആണ്ടുണ്ടായിരുന്ന ചർച്ച. അവിടെ ഇയർ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സുജിൽ എന്നോട് പറയുമായിരുന്നു 1878 ചർച്ചാണ്, അതും കൂടെ കാണിക്കാൻ. ഇവിടെ ആക്ച്വലി ഒരുപാട് ഇങ്ങനെ പഴയ ചർച്ചുകളുണ്ട്. ഈ നോർത്ത് യോർക്ക് ഷോറിൻ്റെ ഈ ഏരിയ എന്ന് തന്നെ പറയുന്ന ഇവരുടെ ഇംഗ്ലണ്ടിൻ്റെ മേജർ ഹിസ്റ്ററി ഉള്ള പോർഷനാണ് ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദയവായി കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.